നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നതിനും അപ്പുറം നമുക്ക് ചുറ്റും ഒരു വലിയ ലോകം തന്നെയുണ്ട്. നമ്മൾ സ്ഥിരമായി കാണുന്ന പല വസ്തുക്കളും ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ എത്രത്തോളം അമ്പരപ്പിക്കുന്നവയാണ് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഈ തിളങ്ങുന്ന കളർഫുള്ളായിട്ടുള്ള വസ്തുക്കൾ കണ്ടില്ലേ? കാണുമ്പോൾ വില കൂടിയ രത്നങ്ങൾ പോലെ തോന്നിക്കുന്ന ഇവ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് മറ്റൊന്നുമല്ല, ഒരു ബീച്ചിലെ മണൽത്തരികളെടുത്ത് മൈക്രോസ്കോപ്പിന് കീഴിൽ വെക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ആയിരക്കണക്കിന് വസ്തുക്കളാണ് കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന ഈ മണൽത്തരികൾക്കുള്ളിലുള്ളത്. ഓരോ ബീച്ചിൻ്റെയും കാലാവസ്ഥയനുസരിച്ച് ഇതിൽ മാറ്റങ്ങളും ഉണ്ടാവും. പല നിറങ്ങളിലുള്ള വളകൾ ഒരു കടയിൽ അടുക്കി വച്ചിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ ഇത് കണ്ടാൽ? പക്ഷെ സംഭവം അതല്ല. ഇതൊരു പൂമ്പാറ്റയുടെ ചിറകാണ്. ഈ ചിറകിനെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച ശരിക്കും അതിശയിപ്പിക്കുന്നത് തന്നെയല്ലേ? ഓരോ പൂമ്പാറ്റയുടെയും ചിറകുകൾ വ്യത്യസ്ത ഡിസൈനിലായിരിക്കും ഉണ്ടാവുന്നത്. തിളങ്ങുന്ന മുത്തുപോലെ കാണുന്ന ഈ വസ്തുക്കൾ പൂമ്പാറ്റയുടെ മുട്ടകളുമാണ്. നിറയെ ദ്വാരങ്ങളുള്ള ഈ വസ്തുവാണ് നമ്മുടെ ശരീരത്തിന് മുഴുവൻ ബലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നാം. അതെ, നമ്മുടെ എല്ലുകൾ നിറയെ ദ്വാരങ്ങളാണ് എന്നതാണ് സത്യം. പക്ഷേ ഈ ദ്വാരങ്ങൾക്കുള്ളിലെല്ലാം തന്നെ ഞരമ്പുകളും രക്തക്കുഴലുകളും ടിഷ്യൂസുമെല്ലാം നിറഞ്ഞിരിപ്പുണ്ടാവും. വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്ന ഈ വസ്തു എന്താണെന്ന് മനസ്സിലായോ? ഊഹിച്ചെടുക്കാൻ കുറച്ച് പാടുപെടും. ഇത് മറ്റൊന്നുമല്ല, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട തേനാണ്. ഒരു മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയാൽ തേനും ഇങ്ങനെ വെട്ടിത്തിളങ്ങും. നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും മറ്റും ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു വലിയ മെയ്സിനുള്ളിലൂടെ നടക്കുന്നത് പോലെയാകും തോന്നുക. രക്തം മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കുമ്പോൾ അതൊഴുകുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയല്ലേ? അതിനുള്ളിലെ സെല്ലുകൾ ഒഴുകുന്നത് ആരായാലും നോക്കിയിരുന്നു പോകും. മഞ്ഞിനെ അതേ രൂപത്തിൽ മൈക്രോസ്കോപ്പിന് കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ കൊണ്ടുവരാൻ പറ്റിയാൽ ഒരു ഗംഭീര കാഴ്ച തന്നെ കാണാനാവും. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ കലാകാരനെന്ന് ഇത് കാണുമ്പോൾ തോന്നിപ്പോകും. ഈ നീണ്ട നാരുകൾ പോലെ നിൽക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? ഓരോ നാരുകളിലും വീഴുന്ന വെളിച്ചം പിടിച്ചെടുത്തതിന് ശേഷം തലച്ചോറിൻ്റെ സഹായത്തോടെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് അതൊരു കാഴ്ചയായി മാറുന്നത്. നമ്മുടെയൊക്കെ ഫോണിൻ്റെ LED സ്ക്രീൻ എടുത്ത് മൈക്രോസ്കോപ്പിനടിയിൽ വെച്ചാൽ എങ്ങനെയുണ്ടാവും? നമുക്ക് കാഴ്ചയൊരുക്കുന്ന LED സ്ക്രീനിലെ പിക്സലുകളെ ആദ്യം കാണാനാവും. വീണ്ടും സൂക്ഷിച്ചു നോക്കിയാൽ ഈ പിക്സലുകൾ നിർമ്മിച്ചിരിക്കുന്ന റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന 3 LEDകളും കാണാവുന്നതാണ്. ഇത് കണ്ടാൽ പാതാളത്തിലേക്കുള്ള ഒരു വലിയ കുഴിയാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു സൂചി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന ദ്വാരം സൂം ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മളെ നോക്കി ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? ഒരു സാധാരണ പുല്ലെടുത്ത് മുറിച്ച് മൈക്രോസ്കോപ്പിനടിയിൽ വെച്ചിരിക്കുന്നതാണ്. പുല്ലുകൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കൊണ്ടുപോകുന്ന നീണ്ട ട്യൂബുകളാണ് ഇങ്ങനെ ചിരിക്കുന്ന മുഖങ്ങൾ പോലെ നമുക്ക് തോന്നുന്നത്. വീടിൻ്റെ മേൽക്കൂരയിൽ ഓടി വിരിച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്ന ഈ വസ്തു യഥാർത്ഥത്തിൽ ഒരു ജീവിയുടെ സ്കിന്നാണ്. മനുഷ്യൻ്റെ അല്ല, മറിച്ച് കടലിലെ ഭീകരനായ സ്രാവിൻ്റെ തൊലിയാണിത്. ഇത്തരം കൂർത്തിരിക്കുന്ന പല്ല് പോലെയുള്ള ലക്ഷക്കണക്കിന് വസ്തുക്കൾ സ്രാവിൻ്റെ ശരീരത്തിലുള്ളതുകൊണ്ടാണ് അവയ്ക്ക് അനായാസം വെള്ളത്തിലൂടെ നീങ്ങാനാവുന്നത്. ഈ ചെറിയ ബോൾ പോലത്തെ വസ്തുക്കൾ കാണാൻ തന്നെ നല്ല രസമല്ലേ? എന്നാൽ ഇത് നമ്മൾ ബോർഡിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന കുമ്മായം കൊണ്ട് നിർമ്മിച്ച ഒരു ചോക്കിനുള്ളിലെ കാഴ്ചയാണ്. ഈ ബോൾ പോലെ കാണപ്പെടുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിൽ അസ്ഥികൂടങ്ങളാണ് എന്നതാണ് അതിലേറെ അമ്പരപ്പിക്കുന്ന കാര്യം. ഇതിന് കാരണം ചോക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് കല്ലുകൾ ഉണ്ടാവുന്നത് പ്ലാങ്ക്ടൺ എന്ന തീരെ ചെറിയ കടൽ ജീവികൾ നൂറ്റാണ്ടുകൾ കൊണ്ട് കടലിൻ്റെ അടിയിൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അവയുടെ അസ്ഥികൂടങ്ങളാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ നാക്കാണ്. അതിലെ തീരെ ചെറിയ ടേസ്റ്റ് ബഡുകളാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായി കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു പൂച്ചയുടെ നാക്കാണ് ഈ കാണുന്നത്. നമ്മുടേതിൽ നിന്ന് അവരുടെ ടേസ്റ്റ് ബഡുകൾ എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാകുന്നില്ലേ? നമ്മുടെ വിരലിലെ ഫിംഗർ പ്രിൻ്റ് ഇത്രയും സൂം ചെയ്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാൽ അതിലെ വിയർപ്പ് ഗ്രന്ഥികളും നമുക്ക് കാണാവുന്നതാണ്. മേശപ്പുറത്തിരിക്കുന്ന ഉപ്പ് പൊടിയെപ്പറ്റി ആരും തന്നെ അധികം ചിന്തിക്കാറില്ല. എന്നാൽ അതിലേക്ക് സൂം ചെയ്ത് നോക്കിയാൽ വളരെ മനോഹരമായ കുറേ ദൃശ്യങ്ങൾ കാണാനാവും. ഏറെക്കുറെ ഒരു പെർഫെക്റ്റ് ക്യൂബായിട്ടായിരിക്കും ഉപ്പിൻ്റെ ഓരോ തരിയും ഉണ്ടാവുക. എന്നാൽ പഞ്ചസാരയുടെ തരികൾക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ഷേപ്പാണുള്ളത്. പഴയ കാലത്ത് പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാർഗമായിരുന്നു മ്യൂസിക് റെക്കോർഡുകൾ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന റെക്കോർഡിൻ്റെ കുഴിവുകളിലേക്ക് ഗ്രാമഫോണിൻ്റെ സൂചി വയ്ക്കുമ്പോൾ അതിൻ്റെ നീക്കമനുസരിച്ചാണ് ശബ്ദം കേൾക്കുന്നത്. അതിലെ കുഴിവുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ കുഴിവുകൾ ഉപയോഗിച്ച് പാട്ട് കേൾപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. ഏറ്റവും മനോഹരമായ പക്ഷികളിലൊന്നായ മയിലിൻ്റെ പീലി ഒരു മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാലോ?
മയിൽപീലിക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ഭംഗി വരുന്നു എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിലെ ഓരോ ചെറിയ നാര് പോലും പലവിധ വ്യത്യസ്ത നിറങ്ങളിലാണ് വെട്ടിത്തിളങ്ങുന്നത്. ആരായാലും നോക്കിയിരുന്നു പോകും. കണ്ടാൽ മുട്ടയ്ക്കുള്ളിലെ ഉണ്ണികൾ ഒരുമിച്ചിട്ടിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഈ സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ശരീരത്തിലെ തൊലിയുടെ അടിവശത്തായി കാണപ്പെടുന്ന ഫാറ്റിൻ്റെ ടിഷ്യൂവാണിത്. വയറിൻ്റെ ഭാഗത്താണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഇവയുടെ വലിപ്പവും എണ്ണവും കൂടുമ്പോൾ നമ്മുടെയൊക്കെ കൂടെ വയറും കൂടും. ലോകമെമ്പാടും പല വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് വെൽക്രോ. ഇതിലെ 2 പീസുകളും കൂടി ഒട്ടിയിരിക്കുമെന്ന് നമുക്കറിയാമെങ്കിലും അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ടോ? മറ്റേത് പ്രോഡക്റ്റിനേക്കാളും വെൽക്രോയുടെ നിർമ്മാണത്തിൽ മൈക്രോസ്കോപ്പ് ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ചെറിയ ഹുക്കുകൾ അടങ്ങിയ ഒരു പാർട്ടും അതിൽ കുടുങ്ങിയിരിക്കാൻ പാകത്തിന് നിർമ്മിച്ചിരിക്കുന്ന നൂലുകൾ അടങ്ങിയ മറ്റൊരു പാർട്ടുമാണ് ഈ വെൽക്രോയിലുള്ളത്. കാണുമ്പോൾ സ്മൂത്ത് ആണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ തലമുടി ശരിക്കും ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ വിചിത്രമായ രൂപങ്ങളാണ് കാണാനാവുന്നത്. കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു തലമുടിയാണിത്. അറ്റം പൊട്ടിപ്പോയ ഒരു തലമുടി കണ്ടാൽ ശരിക്കും കഷ്ടം തോന്നിപ്പോകും. ഒരു തടിക്കഷ്ണം നടുവേ ഒടിച്ചതുപോലെ ഉണ്ടാകും. എന്നാൽ കത്രിക കൊണ്ട് മുറിച്ച തലമുടിയുടെയും ബ്ലേഡ് ഉപയോഗിച്ച് ഷേവ് ചെയ്ത താടിരോമത്തിൻ്റെയും ഒക്കെ അറ്റങ്ങൾ നല്ല മനോഹരമായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും. ഇത്രയേറെ കളറുകൾ വാരി വിതറുന്ന ഈ വസ്തു നമ്മളെല്ലാവരും തന്നെ കുടിക്കാറുള്ള ഒന്നാണ്. വേറൊന്നുമല്ല, നല്ലപോലെ തണുപ്പിച്ചെടുത്ത ആപ്പിൾ ജ്യൂസ്. ഇതിൽ കട്ടിയാകാൻ തുടങ്ങിയ ചെറിയ ക്രിസ്റ്റലുകളാണ് അനവധി കളറുകളിൽ തിളങ്ങുന്നത്. നമ്മുടെ ഞരമ്പുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ചുവന്ന രക്താണുക്കളെ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയ ഫൈബർ നാരുകൾ തടഞ്ഞു നിർത്തുമ്പോഴാണ് രക്തം കട്ട പിടിക്കുന്നത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ മുറിവുണ്ടാകുമ്പോഴോ ആണ് ഇത് സംഭവിക്കുക. നമ്മുടെ പുരികത്തിൽ കാണപ്പെടുന്ന രോമങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. മനുഷ്യൻ്റെ തൊലിയും അതിലെ സെല്ലുകളുമാണ് ഈ കാണുന്നത്. ചെതുമ്പല് പോലെ പൊളിഞ്ഞു പോകുന്ന തരത്തിലാണ് നമ്മുടെ സ്കിൻ സെല്ലുകളും നിർമ്മിച്ചിരിക്കുന്നത്. തൊലി പോലെ അല്ലെങ്കിലും കുറച്ച് വിചിത്രമായ സ്ട്രക്ചറാണ് നമ്മുടെ നഖങ്ങൾക്കുമുള്ളത്. ഒരു സാധാരണ തടിക്കഷ്ണം എടുത്ത് മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാകും അതിനുള്ളിൽ എത്രമാത്രം ദ്വാരങ്ങളുണ്ടെന്ന്. ഒരു ബോൾ പോയിൻ്റ് പേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ മുൻവശത്തുള്ള വളരെ ചെറിയ ബോളാണ്. പേനയുടെ ഉള്ളിൽ നിന്നും മഷി സ്വീകരിച്ച് അത് പുറത്തുള്ളൊരു പേപ്പറിലേക്ക് എഴുതാൻ നമ്മെ സഹായിക്കുന്ന ഈ ബോളുകൾ എത്ര സ്മൂത്താണല്ലേ. നിങ്ങൾ ഒരു സൂചിക്കുള്ളിലൂടെ നൂല് കോർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സൂചിയിൽ നൂല് കോർത്തിരിക്കുന്ന കാഴ്ച ഒരു മൈക്രോസ്കോപ്പിനടിയിൽ വെച്ചാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എങ്ങനെയുണ്ടായിരുന്നു വളരെ സാധാരണ വസ്തുക്കളുടെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ? നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഏത് ചിത്രമാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.